ലോക്സഭാ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ കണ്ണുകൾ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. മുൻ കേന്ദ്രമന്ത്രിയും നിലവിലെ കേന്ദ്രമന്ത്രിയും മുഖാമുഖം നിൽക്കുന്നു. ആക്ഷേപത്തിന്റെ ചെറുതരി പോലും പുരളാത്ത സ്ഥാനാർത്ഥിയുമായി ഇരുവർക്കും വെല്ലുവിളി ഉയർത്താൻ ഇടതുപക്ഷവും രംഗത്തുണ്ട്. പ്രചാരണത്തിൽ പൊതുരാഷ്ട്രീയം സജീവ ചർച്ചയാകുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ ഭരണസിരാകേന്ദ്രം ഉൾപ്പെടുന്ന VIP മണ്ഡലത്തിൽ വികസനം എന്ന ഒറ്റ കരു വെച്ചാണ് മൂന്ന് മുന്നണികളും കളം നിറയ്ക്കുന്നത്. ചെറിയൊരു ശതമാനം വോട്ടർമാരെ ഈ കളി ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. പുറമെയുള്ള പൊലിപ്പിൽ ഒപ്പത്തിനൊപ്പമാണ് മൂന്ന് മുന്നണികളും. കോൺഗ്രസിന്റെ ഗ്ലാമർ താരം ഡോക്ടർ ശശി തരൂരാണ് മണ്ഡലത്തിൽ 4ാം ഊഴത്തിനിറങ്ങുന്നത്. പാർട്ടിയോ മുന്നണിയോ തീരുമാനിക്കും മുമ്പ് തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പരിവേഷം കിട്ടിയ തരൂരിന് നിലവിലെ MP എന്നുള്ള നിലയ്ക്ക് മേൽക്കൈയുണ്ടെന്നാണ് UDF കേന്ദ്രങ്ങളുടെ ആത്മവിശ്വാസം. മുൻപ് 40 മാസക്കാലം മാത്രം തിരുവനന്തപുരം മണ്ഡലത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ച പന്ന്യൻ തെളിമയും ലാളിത്യവുമുള്ള വ്യക്തിത്വമാണ്, സംശയമില്ല. അതിനാൽ വ്യക്തികേന്ദ്രിതമായ ഒരു ആക്ഷേപത്തിനും അദ്ദേഹത്തിനെതിരെയില്ല. കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ അറിയപ്പെടുന്ന IT വിദഗ്ധനും വ്യാവസായിക പശ്ചാത്തലമുള്ളയാളുമാണ്. 15 വർഷം MP ആയിരുന്നിട്ട് മണ്ഡലത്തിനു വേണ്ടി തരൂർ എന്തു ചെയ്തു എന്നാണ് ഇടതുമുന്നണിയുടെയും NDAയുടെയും ചോദ്യം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് സംസ്ഥാന സർക്കാരാണെന്നതാണ് LDFന്റെ അവകാശവാദം. ദേശീയപാത സ്ഥലമെടുപ്പ് വേഗത്തിലാക്കിയത്, തലസ്ഥാനത്തെ IT ഹബ്ബാക്കാൻ നടത്തിയ ഇടപെടലുകൾ, ഓഖി ദുരന്ത സമയത്തടക്കം തീരദേശത്ത് സ്വീകരിച്ച നടപടികൾ, കടലെടുത്ത ശംഖുമുഖം കടപ്പുറത്തിൻ്റെ നവീകരണം തുടങ്ങി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് നടത്തിയ വികസനങ്ങൾ അവർ അക്കമിട്ട് നിരത്തുന്നു. ദേശീയപാതയിൽ കഴക്കൂട്ടം മുതൽ മുക്കോല വരെ 861 കോടി ചെലവിൽ നടത്തിയ 1ാം ഘട്ട വികസനവും മുക്കോല മുതൽ കാരോട് വരെ 400 കോടിക്ക് മേലുള്ള 2ാം ഘട്ടവും പൂർത്തിയാക്കിയത് തൻ്റെ ഇടപെടൽ മൂലമാണെന്നാണ് തരൂരിൻ്റെ അവകാശവാദം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക നടപടികൾ അതെല്ലാം പൂർത്തിയാക്കാനും വിമാനത്താവള വികസനത്തിനും പുതിയ ട്രെയിനുകൾ അനുവദിപ്പിക്കാനും കൊച്ചുവേളി സ്റ്റേഷൻ്റെ വികസനത്തിനും ഏറെ പരിശ്രമം നടത്തിയതായും തരൂർ ചൂണ്ടിക്കാട്ടുന്നു. 2014 ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് പോയ ശശി തരൂരിനെ കൈപിടിച്ചുയർത്തിയത് തീരദേശത്തിൻ്റെ പിന്തുണയാണ്. തീരദേശ മേഖലയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. തീരശോഷണം തടയാനും മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം എത്തിക്കാനും ശ്രദ്ധിക്കുന്നില്ലെന്ന പരാതിയും ഈ മേഖലയിൽ ശക്തമാണ്. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് ബിഷപ്പിനെതിരെ ഉൾപ്പെടെ എടുത്ത കേസുകൾ സംസ്ഥാന സർക്കാർ പിൻവലിച്ചെങ്കിലും അതിൻ്റെ പേരിലുണ്ടായ മുറിവ് ഇപ്പോഴും ശേഷിക്കുകയാണ്. അത് ഉണങ്ങിയിട്ടില്ല. ഈ വേദന ഇടതുപക്ഷത്തിന് ഗുണം ചെയ്തേക്കില്ല. തീരദേശ വികാരം ഇക്കുറി എങ്ങനെ പ്രതിഫലിക്കുമെന്നത് നിർണായകമാണ്. മണ്ഡലത്തിലെ ജനസംഖ്യയിൽ 20 മുതൽ 25% വിവിധ ക്രൈസ്തവ അംഗങ്ങളുണ്ട്. സർക്കാർ ജീവനക്കാർ ഏറെയുള്ള മണ്ഡലമായതിനാൽ ജീവനക്കാരുടെ DA കുടിശ്ശികയും ശമ്പളം മുടങ്ങിയതും അടക്കമുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്തോടുള്ള മമത കുറയാൻ ഇടയാക്കി. തിരുവനന്തപുരം, നേമം, കോവളം തീരദേശ അസംബ്ലി മണ്ഡലങ്ങളും വട്ടിയൂർക്കാവ്, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളുമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ നേമം ഒഴികെ 6 അസംബ്ലി മണ്ഡലങ്ങളിലും UDF ആണ് മേൽക്കൈ നേടിയത്. നേമത്ത് BJP ആയിരുന്നു മുന്നിൽ. എന്നാൽ ഈ കണക്കുകൾ പിന്നീട് മാറി. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ UDFനേക്കാൾ 1,65,000 വോട്ടുകളാണ് LDFന് കൂടുതൽ കിട്ടിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,11,000-ത്തിലധികം വോട്ടുകളും കൂടുതൽ കിട്ടി. കോവളത്ത് മാത്രമാണ് UDFന് ജയിക്കാൻ കഴിഞ്ഞത്. ഈ കണക്കുകളാണ് LDF ക്യാമ്പ് കൂട്ടിക്കഴിക്കുന്നത്. എന്നാലും വിശ്വപൗരനെന്ന ഖ്യാതിയും ഡൽഹി നായരല്ല അസൽ നായരാണെന്ന NSSന്റെ കണ്ടെത്തലും തീരദേശ പിന്തുണയും ശശി തരൂരിന് തന്നെയാണ് മുൻതൂക്കം. വേറെ അട്ടിമറിയൊന്നും സംഭവിച്ചില്ലെങ്കിൽ തരൂർ തന്നെ ഇക്കുറിയും വിജയം ആവർത്തിക്കും. BJPയും ഇടതുമുന്നണിയും 2ാം സ്ഥാനത്തേക്കുള്ള മത്സരത്തിലാണ്. അതിൽ ഇടതുമുന്നണി 2ാം സ്ഥാനത്തേക്ക് വന്നേക്കും ചിലപ്പോൾ. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ഇടതുമുന്നണിയെ ഇക്കുറി 2ാം സ്ഥാനത്തെത്തിക്കും. BJP ദയനീയമായി പരാജയപ്പെടും, 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും.